കൊല്ലം മരുത്തടി ക്ഷേത്രോത്സവത്തിനിടയിൽ കുറച്ച് നരാധിപന്മാരുകൂടി ചേർന്ന് ഒരു പാവം മകനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അനുജനും ജ്യേഷ്ഠനും കൂടി ഉത്സവത്തിന് പോകവേ അവിടെ ഇരുന്ന് കുറേ എണ്ണം മദ്യപിച്ചിരുന്ന് ഓരോന്ന് പറയുകയും അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കുറേ പ്രായം ചെന്ന പോത്തന്മാർ അവന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു കുട്ടിയെ മർദ്ദിക്കുകയും ജയകൃഷ്ണനെയാണ് മർദ്ദിക്കാൻ തുടങ്ങിയത്. അത് എതിർക്കാൻ ചെന്ന ഹരികൃഷ്ണനെ, അതായത് ജ്യേഷ്ഠനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും എന്നിട്ട് തലയ്ക്കടിച്ച് പട്ടികളെയും അതുപോലെ തന്നെ പാമ്പിനെയും ഒക്കെ ഇങ്ങനെ തല്ലണ കണ്ടിട്ടുള്ളൂ. വഴിയിൽ കിടക്കുന്ന പട്ടികളെ ചില ക്രൂരന്മാർ അടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പാമ്പിനെയും നമ്മൾ ഉപദ്രവകാരിയാണ് എന്ന് കണ്ടുകൊണ്ട് പാമ്പിനെ ഉപദ്രവിക്കും എന്ന് പേടിച്ചിട്ട് കൊല്ലും. അതുപോലെയാണ് ഒരു ജീവനുള്ള മനുഷ്യനെ, നല്ലോണം നിന്ന ഒരു മനുഷ്യനെ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ തല്ലിച്ചതച്ചത്. അടൂർ പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് ഹരികൃഷ്ണൻ. തടി ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് നിലത്തിട്ടിട്ട് തുരുതര അടിക്കുകയാണ് തലയ്ക്ക്. ഭയങ്കരമായ ആ കുട്ടി കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ഒരു ഉത്സവപ്പറമ്പിലാവുമ്പോൾ ജനങ്ങൾ കാണൂലേ, ഇത്രയും ജനങ്ങൾ നിൽക്കവേ അതിനെ എടുത്തിട്ട് തല്ലി തകർക്കുകയാണ് ചെയ്യണം. ആ വടി പിടിച്ച് വാങ്ങിച്ച് അവന്മാരെ മണ്ടവളൊക്കെ കൊടുക്കാനുള്ളതിന് ഇത് എല്ലാവരും അവിടെ നോക്കി നിൽക്കുന്നതല്ലാതെ ഏതോ ഒരു സ്ത്രീ കിടന്ന് വിളിക്കുന്നുണ്ട് അടിക്കല്ലേ എന്ന്. ബാക്കിയുള്ളവർ നോക്കി നിൽക്കുന്നതല്ലാതെ അവന്മാരെ ആ തടി പിടിച്ച് വാങ്ങിച്ചിട്ട് അവന്മാരെ അടിക്കണ്ടായിരുന്നു. അവിടെ വരട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. അപ്പം നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം. ക്രൂരാക്രമണത്തെ തുടർന്ന് വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. കേസിൽ 6 പേർ പിടിയിലായി. ഈ അടിച്ചതിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നു. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. പിന്നെ അതിനുശേഷം ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. മരണപ്പെട്ടതിന് ശേഷവും അത് കാണാൻ വയ്യാത്ത കാഴ്ചയാണ്. അതിൻ്റെ തലയിൽ നിന്നങ്ങ് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കായിരുന്നു അതിനെ തലയ്ക്ക് അടിച്ചത്. അത്ര ഒരു ചെറു പ്രായമല്ലേ ആയുള്ളൂ, 18 വയസ്സല്ലേ ആയുള്ളൂ. ആ കുട്ടി ഇനി എത്ര നാൾ ജീവിച്ചിരിക്കാനുള്ള ഒരു മകനെയാണ് ഇതേപോലെ നരാധിപന്മാർ തല്ലിക്കൊന്നത്. ഇത് യവന്മാർക്ക് 60 വയസ്സ് അതിന് മുകളിലോട്ടൊക്കെ ഉണ്ട്. യവന്മാരെ മകനാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പോട്ട് മകളെ കെട്ടിച്ചെങ്കിൽ ആ മകളുടെ മകനാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. യവന്മാരെ വീട്ടിലൊക്കെ കാണൂലേ. യവന്മാർ ഈ മദ്യത്തിൻ്റെ പുറത്ത് കാണിച്ച ഒരു ഇതാണ്. അങ്ങ് അടിക്കണ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ വാർത്ത ബാക്കി കേൾക്കാം. എന്തായാലും ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞു, മസ്തിഷ്ക മരണം സംഭവിച്ചു. മുന്നെയാണ് മരുത്തടി ഐവർക്കാല മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ 18 വയസ്സുകാരനായ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിനിയായ ഹരികൃഷ്ണന് ആൾക്കൂട്ട മർദ്ദനം ഏൽക്കേണ്ടി വരുന്നത്. കുന്നത്തൂർ സ്വദേശിയായ ഹരികൃഷ്ണൻ മരുത്തടിയിലെ തന്റെ അമ്മ വീട്ടിൽ ഉത്സവം ആഘോഷിക്കാൻ എത്തിയതാണ്. ആ സമയത്താണ് ആൾക്കൂട്ടം യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതിയായി വരികയും. ഇത് എവിടെയുള്ളടാ, നീ എവിടെയുള്ളത്, നിന്നെ കാണാനില്ലല്ലോ, നീ ഇവിടെയും ഉള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് അടിച്ചത്. ഒരു കാര്യവും ഇല്ല. അവന്മാരിലെ മദ്യപിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടികൾ അതുവഴി അങ്ങോട്ട് നടന്നു പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ ആരായാലും ചീത്ത വിളിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമല്ലോ, ഇത് ആരെയാണ് വിളിക്കണമെന്ന്. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് വാക്ക് തർക്കം ഉണ്ടായത്. ഇതിൽ മർദ്ദനമേറ്റ ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇന്നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിൽ കുടുംബത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പരാതി എന്ന് പറയുന്നത് ഈ ഉത്സവപ്പറമ്പിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ 6ലധികം വരുന്ന ആളുകൾ ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഒരു വീഡിയോ ദൃശ്യം പുറത്തു വരുന്നു. ഈ വീഡിയോ ദൃശ്യത്തിലാണ് ഈ ഒരു മർദ്ദനത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. അതിൽ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന ഒരു ആൾക്കൂട്ടം, അതുപോലെ തന്നെ മരത്തടി കൊണ്ടാണ് മുഖ്യപ്രതി ഹരികൃഷ്ണന്റെ തലക്കടി. കുറേ കിളവന്മാര് അത് കിടന്ന് പെടയല് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിലായിരുന്നു ഹരികൃഷ്ണൻ ചികിത്സയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സഹോദരിയുടെ മകളുടെയും സഹോദരന്റെയും മുൻപിൽ വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതുമാണ് അവർ തടയാൻ ശ്രമിക്കുന്നത്. അത് ഈ അനിയനും ജ്യേഷ്ഠനും കൂടെ ഈ അമ്പലത്തിൽ വരുന്നു. അതിനുശേഷമാണ് അവിടെ വെച്ച് വാക്ക് തർക്കം ഉണ്ടായി. ഈ കിളവന്മാരെല്ലാം കൂടെ എടുത്തിട്ട് അടിക്കുന്നത്. ഒരാൾ പോയി സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും വിളിച്ചോണ്ട് വരുന്നു. എന്നിട്ട്
എന്നിട്ട് അവരൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. യവന്മാർ അടിയടാന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു. ആൾക്കൂട്ടം അതിന് സമ്മതിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ആക്രമിക്കുകയായിരുന്നു. ശരിക്കും ഒരു ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ ഈ കുന്നത്തൂരിലെ ഈ മരുത്തടിയിലെ ഈ ഉത്സവത്തിനിടയുണ്ടായ ഈ അതിനുശേഷം ഈ കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കണില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെ ഇട്ട് അവന്മാർ തല്ലിയതിന് ശേഷം അതിൻ്റെ പിറകു വശത്ത് കൊണ്ടുപോവുകയാണ്. കഷ്ടം, ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിനുശേഷം തിരിഞ്ഞ് കറങ്ങി മറുവശത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടാണ് കൈയും ബേക്കിലോട്ട് കെട്ടിയിട്ടാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം പിന്നെ അടി തുടങ്ങിയത്. യവന്മാരെ അത് പിടിച്ചു മേടിച്ച് യവന്മാരെ മണ്ടയ്ക്കല്ലായിരുന്ന കൊടുക്കാനുള്ള. ഇതൊന്നും ആരും ഇല്ലായിരുന്ന. യവന്മാർ ഗുണ്ടാ സംഘം എന്നാണ് പറയണത്. ഗുണ്ടാ സംഘം. ജനങ്ങൾക്ക് പേടിയാണെന്നാണ് പറയണത് യവന്മാരെ. അതിനുശേഷമുള്ള ആക്രമണത്തെയും കൊലപാതകത്തെയും പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങി. അതിനുശേഷം 6 പേരെയാണ്, അതിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ പ്രതികൾ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷേ ആ വീഡിയോ ദൃശ്യങ്ങളടക്കം വലിയ തെളിവാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടാൽ അറിയാവുന്ന ഈ 6 പേരും അതുപോലെ തന്നെ മറ്റു ചിലരും ചേർന്നാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടെങ്കിൽ തന്നെ, പ്രകോപനം ഇല്ല എന്നുള്ളതാണ് നിലവിൽ കുടുംബത്തിന്റെ പരാതിയായി വരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്കൂട്ട മർദ്ദനവും ആണോ അതിനൊരു പരിഹാരം? അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം ചേർന്ന് 18 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥിയെ തല്ലി മർദ്ദിച്ച് പിന്നീട് കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിപ്പം 5-6 പേരൊന്നും അല്ല, അത് ആ അടിക്കണ അടിയിൽ ഒരുപാട് പേരുണ്ട്. അടിയടാന്നും പറഞ്ഞ് അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇളയവൻ കുറച്ച് മുന്നേ നടന്നു പോവായിരുന്നു. അപ്പോൾ മൂത്തവൻ പുറകെ വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ക്ഷേത്ര കമ്മിറ്റിക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ എന്തോ ചെറിയ പിള്ളേരെന്തോ അലമ്പുണ്ടാക്കിയിട്ട് അവർ ഓടിച്ചു വിട്ടുക. അപ്പം ഇവന്മാർ ആ കൂട്ടത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഈ ഇളയവനെ അമ്മയ്ക്കെന്തോ ചീത്ത വിളിച്ച്. അപ്പൊ ഇവൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇവരെല്ലാം ക്ഷേത്ര കമ്മിറ്റിക്കാരെല്ലാം വെള്ളം അടിച്ച് മദ്യപിച്ച് നിൽക്കുന്നുണ്ട്. എന്തിനാ തിരിഞ്ഞു നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് യവന്മാരല്ല, ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. യവന്മാരെല്ലാം മദ്യപിച്ച് പൂസായി നിൽക്കുകയാണ്. ഉള്ള പട്ടച്ചാരായ അത്രയും കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് ഒരു ഉത്സവ പറമ്പിലായിരുന്നാലും എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ. സർക്കാർ അതിനായിട്ട് കുറേ അങ്ങ് ഇറക്കിയിട്ടുണ്ട്. കുടുംബങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ മദ്യം അങ്ങോട്ട് ഇറക്കും. ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് നിന്ന് വേറെ ആരുമായിട്ടായിരുന്നു, പിള്ളേർ സെറ്റുമായിട്ടായിരുന്നു ഈ കിളവന്മാർ വാക്ക് തർക്കം. അതിൻ്റെ ഇടയിലാണ് ഈ 2 അനുജനും ജ്യേഷ്ഠനും കൂടെ അവിടെ വന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ അവരെയാണ് കണ്ണുവെച്ചത് അവന്മാർ. നീയൊക്കെ അതിലുള്ളതല്ലേടാ, ആ സംഘത്തിലുള്ള അല്ലേന്ന് ചോദിച്ചും കൊണ്ടായിരുന്നു. ആ ചെക്കൻ്റെ അടുത്ത് ചോദിച്ചു. അവൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ അമ്മയ്ക്ക് തെറി വിളിച്ചുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു. നീ എവിടെ ഉള്ളയാണ് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പുത്തൂരുള്ളയാണെന്നാ പറഞ്ഞു. വരുത്തന്മാർക്ക് എന്താണ് ഇവിടെ കാര്യം, നീ എന്തിനാണ് ഇവിടെ വന്നത് അങ്ങനെ. അപ്പൊ അവൻ പറഞ്ഞു എന്റെ അമ്മയുടെ വീട് ഇവിടെയാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അല്ല, ഉത്സവപ്പറമ്പിലാവുമ്പം എവിടെ നിന്നെല്ലാം ജനങ്ങൾ കാണും. ഇപ്പം ഇന്ന സ്ഥലത്തുള്ളവർ തന്നെ വരണമെന്നൊന്നുമില്ലല്ലോ. ഇന്ന സ്ഥലത്തുള്ള ആള്, ആ ഏരിയയിലുള്ള ആള് തന്നെ വേണമെന്നുണ്ടാവും. അപ്പോഴത്തേക്കും നീ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മൂത്ത ചേട്ടൻ പുറകെ ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് പിടിച്ചു മാറ്റി, ചേട്ടാ അടിക്കരുത്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി. അപ്പൊ ഇവരുടനെ പറഞ്ഞ് ശരി സദ്യാലയത്തിന് അങ്ങോട്ട് പോവാം, അവിടെ സദ്യ ഉണ്ട്, സദ്യ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാര് പോയില്ല, കാരണം ഇവന്മാർക്ക് ഓൾറെഡി പേടിയായി. അപ്പൊ ഇവര് രണ്ടുപേരെ വെച്ചിട്ട് രണ്ടുപേരെ കയ്യിൽ പിടിച്ചിട്ട് പുറകെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് നടക്ക് ഞങ്ങൾ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവന്മാരെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് സദ്യാലയത്തിന്റെ പുറയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ മൂത്തവനെ സദ്യാലയത്തിന്റെ ഉള്ളിലേക്കും കൊണ്ടുപോയി, ഇളയവനെ പുറയിലോട്ടും കൊണ്ടുപോയി. അപ്പൊ മൂത്തവൻ തിരിഞ്ഞു നോക്കാൻ നേരം ആളവിടെ ഇല്ല, മീൻസ് ഇളയവൻ ഇല്ല. അവനെ പുറയിലോട്ട് കൊണ്ടുപോയിട്ട് അടിക്കുന്നു. ഇങ്ങനെ ബെൽറ്റിന് കുത്തിപ്പിടിച്ച് പൊക്കി 2-3 അവന്മാര് ചേർന്നിട്ട് അടിക്കുന്നു ഇളയവനെ. അപ്പൊ ഇവനെ ഓടിച്ചെന്നിട്ട് തട്ടി മാറ്റി ചേട്ടാ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് 2 പേരെ എടുത്തിട്ട് അടിച്ച് അവസാനം അത് സോൾവ് ആക്കിയിട്ട് ഇവരെ അളിയനുണ്ട്. അപ്പൊ അളിയന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. അപ്പൊ അളിയൻ അങ്ങനെ ചോദിക്കാൻ ചെന്നു, എന്തിനാണ് പയ്യന്മാരെ അടിച്ചെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ചെന്നപ്പോ ഇവരെ 3 പേരെയും കൂടി എടുത്തിട്ട് അടിക്കുന്നതാണ് ആ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. ആ സമയത്താണ് ഈ തടിയെടുത്ത് തലയ്ക്ക് അടിച്ചത്. കുറച്ചടിച്ചതിന് ശേഷം ആ കുട്ടി ചെന്ന് സഹോദരിയുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അതിനുശേഷം അവരും വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കൂടുതൽ എടുത്തിട്ട് അടിക്കുകയാണ് ചെയ്തത്.
ഈ അച്ഛന് ഇവർ വെറും നിർധന കുടുംബത്തിലുള്ളതാണ്. ഈ അച്ഛന് സുഖമില്ല, ഓട്ടിസം ബാധിച്ചതാണ്. അച്ഛനാണ് ആ അടുത്ത് നിൽക്കുന്നത്. കൈയിരുന്ന് 2 കൈയും വിറയ്ക്കണ കാണണില്ല, കണ്ട പാവം തോന്നും. ആ കണക്കിന് സുഖമില്ലാത്ത ഒരു രോഗിയാണ് അച്ഛൻ. അതുപോലെ അമ്മയ്ക്കും സുഖമില്ല എന്നാണ് അറിഞ്ഞത്. ഇങ്ങനെയൊക്കെ തല്ലി ചതയ്ക്കുമ്പോൾ ഓർമ്മിക്കണം, ഒരു മനുഷ്യജീവനാണ് പൊലിഞ്ഞത് അവിടെ. അപ്പം ഈ പോത്തന്മാരെ കൊണ്ടുപോണത് കാണണം. ഇപ്പോൾ അതിനുശേഷം അവന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു കൂസലുമില്ല എന്നുള്ളതാണ്. കിളവന്മാർ കാണുമ്പോൾ തന്നെ പേടിയാവണം കേട്ടോ. യവന്മാരെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അവിടേക്കുള്ള ജനങ്ങൾ പറയുന്നുണ്ട്, അവിടേക്കുള്ള ജനങ്ങൾക്ക് തന്നെ പേടിയാണ് യവന്മാരെ ഓർമ്മിച്ചിട്ട്. യവന്മാർ ഗുണ്ടകളാണ്, ഗുണ്ടാ ലിസ്റ്റിലുള്ളവന്മാർ. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഹരികൃഷ്ണനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം ആ അമ്മയുടെ കരച്ചിൽ കണ്ടിരിക്കാൻ പറ്റില്ല. ഒരമ്മമാരെ കൊണ്ടും ഇത് താങ്ങാൻ പറ്റൂല. ഇത് കണ്ടുകൊണ്ട് അമ്മമാരെ കൊണ്ട് ഇത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ചെയ്തത്. ഇവൻ്റെയൊക്കെ വീട്ടിലൊന്നും ഇല്ലേ എന്തോ, ഇവന്മാർക്ക് മക്കളും കുടുംബമൊന്നും ഇല്ലാത്തവരാണെന്ന് അറിയാൻ വയ്യ. ഇല്ലെങ്കിൽ ഇവന്മാരിങ്ങനെ തല്ലിച്ചതയ്ക്കുമോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒരു വാക്ക് തർക്കം ഉണ്ടായി, അത് ഒന്നുകിൽ തർക്കത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന്, ആ ഉത്സവപ്പറമ്പിലൊക്കെ ഒരുപാട് ജനങ്ങൾ കാണുമല്ലോ, ഒന്നുകിൽ വന്ന് പിടിച്ച് മാറ്റാമായിരുന്നു. അല്ലെങ്കിൽ ഇവന്മാർ മദ്യത്തിൻ്റെ പുറത്ത് ഇവന്മാർ കാണിച്ചതായിരിക്കും. ഇവന്മാർ മദ്യത്തിൻ്റെ പുറത്താണെങ്കിൽ ഇവന്മാർ ഗുണ്ടകളാണെന്നാണ് പറയുന്നത്. ജനങ്ങൾക്കൊക്കെ പേടിയാണ് ഇവന്മാരെ. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്താണ് ഫലം? അവർക്ക് അതിനകത്ത് നല്ല നല്ല ഫുഡുകൾ, പൊറോട്ട, ഇറച്ചിയും ബിരിയാണിയും ചിക്കനും മട്ടനും ഇങ്ങനെയൊക്കെയുള്ള അതെല്ലാം ഉണ്ട്. അവർ തിന്ന് കൊഴുത്ത് വീട്ടിലുള്ളതിനെക്കാട്ടി നല്ല നല്ല ഫുഡുകളും കഴിച്ച് കിടക്കാം ജയിലിലാണെങ്കിലും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ശമ്പളം കൂടിയുണ്ടല്ലോ. ഇപ്പം നല്ല ശമ്പളമുണ്ട്, 650-700 രൂപ ഒരു ദിവസം വെച്ചിട്ട് കിട്ടും. അത് തന്നെ ഇപ്പോൾ ഓരോരുത്തരും പറയണത് എന്തോന്നാണ്, അവന്മാർക്ക് ഇത്ര ഇപ്പം 30 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചാൽ തന്നെ അവന്മാർക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല ഒരു തുക അവന്മാർക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ നിയമം ശരിയല്ല. നിയമം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തടവ് പുള്ളികൾക്ക് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഉത്സാഹം വന്നു കയറാൻ തുടങ്ങി. അപ്പം ജനങ്ങളെ ആയിരുന്നാലും വെറുതെ നിൽക്കണവരെ പോയിരുന്നാലും മർദ്ദിച്ച് അവരെ ഇല്ലാതാക്കുക, ഓരോരോ പ്രവർത്തികളിൽ അവർ ഏർപ്പെട്ടുകൊണ്ട് ഓരോരോ സംഭവങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിലൊന്നും അവർക്ക് ഒരു പേടിയില്ലാത്തത് കൊണ്ടാണ് ഇത് നിരന്തരം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇവർക്കൊന്നും ശിക്ഷയില്ല. നല്ല ശിക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് പേടി കാണുമായിരുന്നു. ഇതവർക്ക് ഒരു പേടിയില്ല. അവർ വിചാരിക്കണ എന്തരാണ്, ഇന്ന് ഒരാളിനെ ഇതുപോലെ കാണിച്ചാലും നമുക്ക് കുറച്ച് ദിവസം ആകുമ്പോൾ ഇറങ്ങി വരാമല്ലോ എന്നുള്ള രീതിക്കാണ് ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത്. യവന്മാരെ വെറുതെ വിടരുത്. യവന്മാർക്കും ഇങ്ങനെയുള്ള വേദന കിട്ടണം. ആ രീതി വരെ നമ്മളെ നിയമം നടപ്പിലാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. യവന്മാർക്കും ഇതുപോലെയുള്ളൊരു വേദന ഉണ്ടാകുമ്പോൾ മാത്രമേ ഇങ്ങനെ ഉള്ളവർ പഠിക്കുകയുള്ളൂ. അല്ലാതെ അവർക്കെന്താണ്, അവർക്ക് ഒരു കുഴപ്പമില്ല. ഇത് നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്കാണ്. വെറും പാവപ്പെട്ട കുടുംബം.